ചാലക്കുടിയുടെ ദേശീയോത്സവമായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ഫെബ്രുവരി 2, 3, 4, 5 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 31 തിരുനാളിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള തിരുനാൾ കൊടിയേറ്റം പാലക്കാട് രൂപതാ മുൻ മെത്രാൻ മാർ ജേക്കബ് മനത്തോടത്ത് നിർവഹിക്കും. അന്നേ ദിവസം തന്നെ കൂടൊരുക്കാൻ കൂടെയുണ്ട് എന്ന ഭവന പദ്ധതിയുടെ താക്കോൽദാന കർമ്മവും നടത്തും. 2-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് കുർബാനയ്ക്കു ശേഷം തിരുസ്വരൂപം പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കുന്നു. തുടർന്ന് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം, തുടർന്ന് മെഗാ ഷോ. 3-ാം തീയതി രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യൂണിറ്റുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്. തിരുനാൾ ദിനമായ 4-ാം തീയതി ഞായറാഴ്ച 6-നും 7:30-നും കുർബാനകൾ. 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന. ഉച്ചകഴിഞ്ഞ് 3 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണം. 5-ാം തീയതി തിങ്കളാഴ്ച ടൗൺ അമ്പും 11-ാം തീയതി 8-ാം ഇടവും ആഘോഷിക്കുന്നു. തിരുനാളിനോടനുബന്ധിച്ച് വിവിധ എക്സിബിഷനുകളും ഉണ്ടായിരിക്കുന്നതാണ്. തിരുനാൾ ആഘോഷങ്ങൾ കാരുണ്യത്തിന്റെ ആഘോഷങ്ങളാണ് എന്ന സന്ദേശം ഉൾക്കൊണ്ട് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇടവക മുൻകൈയെടുക്കുന്നു. കഴിഞ്ഞ വർഷം തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി 3 വീടുകൾ പണി കഴിപ്പിച്ചു കൊടുത്തു. ഈ വർഷത്തെ തിരുനാളിന്റെ ഭാഗമായി 3 കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകാൻ തീരുമാനിച്ചു. കൂടാതെ സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് സൗജന്യ ഡയാലിസിസിന് 1.75 ലക്ഷം രൂപയും പോട്ട ധന്യ ആശുപത്രിയിലേക്ക് 50,000 രൂപയും നൽകിയിട്ടുണ്ടെന്ന് ഇടവക വികാരി ഫാദർ ജോളി വടക്കൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജിബിൻ നായത്തോടൻ, ഫാദർ ഡിക്സൺ കാഞ്ഞൂക്കാരൻ, ജനറൽ കൺവീനർ ഷിബു എലുവത്തിങ്കൽ, പബ്ലിസിറ്റി കൺവീനർ ജോഷി പുത്തിരിക്കൽ, ഫിനാൻസ് കൺവീനർ നിഷാന്ത് ഡി കൂള, ജോയിന്റ് കൺവീനർ ലിജോ മുളങ്ങുന്നത്തുകാടൻ, അലങ്കാര കൺവീനർ ജോഷി മാളിയേക്കൽ, കൈക്കാരന്മാരായ ഡേവിസ് തെക്കൻ മച്ചാമ്പിള്ളി, ജോൺ ആളുകാരൻ, റോസി ലാസർ, ബിജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയോത്സവമായിട്ടുള്ള സെന്റ് മേരീസ് പള്ളിയിലെ അമ്പ് തിരുനാളിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന പരിപാടികളെ കുറിച്ച് പൊതുസമൂഹത്തെ അറിയിക്കാനായിട്ടുള്ള ദൗത്യവുമായിട്ടാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് ഇവിടെ നമ്മൾ വിളിച്ചുകൂടിയിരിക്കുന്നത്. ഈ പ്രസ് മീറ്റില് താല്പര്യപൂർവ്വം എത്തിയിരിക്കുന്ന നിങ്ങളെ ഞങ്ങൾ സന്തോഷത്തോടെ തന്നെയാണ് ഇവിടെ സ്വീകരിക്കുക. ഞാൻ വന്നിട്ട് 2-ാമത്തെ തിരുനാളാണ്. ഞാൻ 2022 ഓഗസ്റ്റ് മാസത്തിലാണ് ഇവിടുത്തെ വികാരിയായിട്ട് ചുമതലയേറ്റത്. 2023 തിരുനാള് ഞങ്ങൾ നടത്തിയിരുന്നു. അന്ന് ആദ്യമായിട്ടായതിന്റെ പേരിൽ പല കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തമായ ഒരു ഐഡിയ ഇല്ലാതെ ആയിരുന്നു അന്ന് ഞാനായിരുന്നെങ്കിലും ഇവിടുത്തെ ഈ ഇടവക സമൂഹം വിവിധ കമ്മിറ്റികളായ വളരെ സജീവമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യത്തില് വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ആ തിരഞ്ഞെടുപ്പ് നടത്താനായിട്ട് കഴിഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലും പൊതു അഭിപ്രായങ്ങളുടെ രൂപീകരണത്തിന്റെയൊക്കെ വെളിച്ചത്തിലാണ് 2024 തിരുനാൾ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. നാളെയാണ് തിരുനാളിന്റെ കൊടികയറ്റം നമ്മൾ നടത്തുന്നത്. 22-ാം തീയതി തിങ്കളാഴ്ചയായിരുന്നു ഈ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 9 ദിവസത്തെ നവനാൾ, 9 ദിനങ്ങൾ ഞങ്ങൾ പ്രാർത്ഥനാപൂർവം ഒരുങ്ങുകയായിരുന്നു. ആ പ്രാർത്ഥനാപൂർവം ഞങ്ങൾ ഒരുങ്ങിയ ആ ദിവസം തന്നെ ഞങ്ങളൊരു സൽക്കർമ്മം ഞങ്ങളുടെ ഇടവക സമൂഹം ഒരുമിച്ച് തീരുമാനമെടുത്തു. ഡയാലിസിസ് രോഗികൾക്ക് ഈ നവനാൾ ദിനങ്ങളില്, തിരുനാൾ ഒരുക്കമായ ദിനങ്ങളില് അവർ നടത്തുന്ന ഡയാലിസിസ് സൗജന്യമായി നടത്തുന്ന 2 ആശുപത്രികളിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിലും ധന്യ ആശുപത്രിയിലും ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഡയാലിസിസിന് ആവശ്യമായ തുക നമ്മുടെ പള്ളി അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തായി 1.25 ലക്ഷം രൂപ സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്കും 50,000 രൂപ ധന്യ ആശുപത്രിയിലേക്കും നമ്മൾ നൽകുകയുണ്ടായി. അതുകൂടാതെ ക്യാൻസർ പേഷ്യൻസിന് ചിലർക്ക് കീമോയ്ക്ക് ആവശ്യമായ മെഡിക്കൽ എയ്ഡും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു. നാളെ തിരുനാളിന്റെ കൊടികയറ്റത്തിന്റെ ദിവസത്തില് കഴിഞ്ഞ വർഷം നമ്മൾ കാര്യം ഡിക്ലെയർ ചെയ്തിരുന്നു. 2023 തിരുനാളിന്റെ ഓർമ്മയ്ക്കായി 3 കാരുണ്യ ഭവനങ്ങൾ കൂടൊരുക്കാൻ കൂടെയുണ്ട് എന്ന ഒരു പ്രോജക്ട് തിരുനാളിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യണമെന്നൊരു ആശയം പങ്കുവച്ചിരുന്നു. അപ്പൊ അതനുസരിച്ച് ഞങ്ങള് പ്ലാൻ ചെയ്ത 3 വീടുകളുടെയും പണികൾ പൂർത്തിയായി. നാളെ ഒരു ഭവനത്തിന്റെ താക്കോല് കൊടുത്തതാണെങ്കിലും അവരെ കൂടി നിർത്തിക്കൊണ്ട് 3 ഭവനങ്ങളുടെ താക്കോൽ ദാന കർമ്മം പാലക്കാട് രൂപതയുടെ മുൻ രൂപതാധ്യക്ഷനായിരുന്ന ജേക്കബ് മനത്തോടത്ത് ബിഷപ്പ് അദ്ദേഹം വരും. കൊടികയറ്റം കഴിയുമ്പോൾ
ഈ ഗുണഭോക്താക്കൾക്ക് ഈ 3 ഭവനങ്ങളുടെയും താക്കോൽ നൽകുന്ന കർമ്മം അത് നിർവഹിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുനാളിന്റെ ബാഹ്യമായുള്ള ആഘോഷങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെതായ പ്രാധാന്യമുണ്ടെങ്കിലും ഈ ഒരു കാരുണ്യത്തിന്റെ ഒരു ആഘോഷം എന്ന രീതിയിൽ തിരുനാളുകൾ മാറണമെന്നുള്ള ചിന്തയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്.